നമസ്കാരം. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തെളിയാൻ യാതൊരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച SIT അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള കേസിലെ പ്രതികൾ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കാഴ്ചയും നാം കണ്ടു. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് നിയമപരമായ അവകാശമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും ശ്രീകുമാറിനുമെല്ലാം ഈ കഴിഞ്ഞ ദിവസം N വാസുവിനുമെല്ലാം ജാമ്യം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇവർ പല സമയങ്ങളിലായി SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്ന ആളുകൾ തന്നെയാണ്. ഇവർ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ജയിൽ മോചിതരായപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ കോടതി വഴി ജാമ്യത്തിൽ പോകുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുമ്പോഴും അത് ഭയക്കേണ്ടതില്ല. കാരണം കൂടുതൽ കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് SIT കൂടുതൽ സമയം ചോദിച്ചിട്ടുള്ളത്. SITയുടെ നാളെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോൾ അവർ ശരിയായ രീതിയിൽ തന്നെയാണ്, ശരിയായ മാർഗത്തിൽ തന്നെയാണ് അന്വേഷണം തുടരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം. എന്നാൽ SIT ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ശരിയായ ദിശയിലല്ല അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികളും പറയുന്നു. CPMന് താല്പര്യമുള്ള CPMന്റെ സമുന്നതരായ നേതാക്കളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന 99% ആളുകളും CPMന്റെ സമുന്നതരായ നേതാക്കളാണെന്നിരിക്കെ ഇനി അവരെ അറസ്റ്റ് ചെയ്യുക വഴി അല്ലെങ്കിൽ അവരുടെ അറസ്റ്റിന് ഉപരിയായി CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക്, അതായത് 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനുള്ള അതിന് മുകളിലുള്ള CPM നേതാക്കളിലേക്കോ അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി, SIT കടന്നു ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആരെയെങ്കിലും SIT അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി CPM മുൻകരുതൽ എടുത്തിരിക്കുന്നു, SITയെ സ്വാധീനിച്ചിരിക്കുന്നു, സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആരോപണം ഉന്നയിക്കുന്നത്. SIT അന്വേഷിച്ചു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സത്യം പുറത്തു വരില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. SITയെ ഇവർ അട്ടിമറിച്ചിരിക്കുന്നു. SIT അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് സമർപ്പിക്കുന്നതെങ്കിലും അന്വേഷണം എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ നടത്തണം എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരാണ് SITയിലുള്ള ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് അവർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മറ്റ് IPS ഉദ്യോഗസ്ഥർ വഴി ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നാണ് VD സതീശൻ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വെച്ചത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പുരോഗതിയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെയും തൊണ്ടിമുതലും കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല, അഥവാ അത്തരം യഥാർത്ഥ പ്രതികളെയും തൊണ്ടിമുതലും കണ്ടെത്താതിരിക്കുവാൻ വേണ്ടി CPMും പിണറായി വിജയനും SITയെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നത്. ആ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിവരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷണത്തിന് വിടണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ആവശ്യം, ഈ ഹർജി കണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടുതൽ നീരസത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജിക്കാരനോട് കോടതി ചോദിച്ചത് ഈ അടുത്ത കാലത്ത് CBI അന്വേഷിച്ച് കുറ്റമറ്റ രീതിയിൽ തുമ്പുണ്ടാക്കിയ, തെളിവ് കണ്ടെത്തിയ 5 കേസുകളുടെ നമ്പറുകൾ പറയാൻ വേണ്ടിയായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. അതായത് CBIയെ പരോക്ഷമായി ഹൈക്കോടതി നിഷേധിക്കുകയോ അല്ലെങ്കിൽ പരോക്ഷമായി CBI അന്വേഷണത്തെ ഹൈക്കോടതി നിരസിക്കുകയായിരുന്നു. CBIയുടെ
കഴിവ് കുറവിനെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, നിഷേധിക്കുകയായിരുന്നു എന്ന് വേണം ജഡ്ജിമാരുടെ ഇത്തരം നിഗമനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിന്മേൽ തീരുമാനമെടുക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നിരീക്ഷണം ഉണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹർജികൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത്യാവശ്യം നിയമ അവബോധം ഉണ്ടായിരിക്കണം എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയുണ്ടായി. അതൊരു പരിഹാസം തന്നെയായിരുന്നു. അടുത്ത കാലത്ത് CBI അന്വേഷിച്ച് കണ്ടെത്തിയ, തുമ്പുണ്ടാക്കിയ, തെളിവുണ്ടാക്കിയ അല്ലെങ്കിൽ തെളിയിച്ച 5 കേസുകളുടെ നമ്പറുകൾ നിങ്ങൾ പറയാൻ പറയുമ്പോൾ CBI എന്ന അന്വേഷണ ഏജൻസികളിൽ ഹൈക്കോടതിക്ക് വിശ്വാസമില്ലാത്തതുപോലെ തന്നെയായിരുന്നു ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നാണ് ഇപ്പോൾ ജനങ്ങളും ആശങ്കപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്തോളം കാലം തെളിയാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരാണ് SIT സംഘത്തിലുള്ളത് എന്നതിനാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഉന്നതരായ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തുക അസാധ്യമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള ഒരു കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കില്ല, തെളിവുണ്ടാക്കില്ല, തുമ്പുണ്ടാക്കില്ല എന്നുള്ള സംശയം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സംശയം കൊണ്ട് തന്നെയാവാം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു എന്നതിനാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ CBI അന്വേഷണത്തെ ഹൈക്കോടതി നിരാകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഹർജിക്കാരോട് വിശദമായ ഒരു കുറിപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ പരിഗണിക്കും. അപ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യം ഒരുപക്ഷെ അപ്പോൾ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. എന്തായാലും CBI അന്വേഷിച്ച കേസുകളുടെ നമ്പർ പറയാൻ പറഞ്ഞതിലൂടെ CBI ഈ കേസ് അന്വേഷിക്കുന്നതിൽ പര്യാപ്തമായ അന്വേഷണ ഏജൻസിയല്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ നടപടിയിലൂടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പരക്കെ വിമർശിക്കപ്പെടുന്നത്. ഇനിയും ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി ഉണ്ടാകുമോ വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.